നിങ്ങളൊരു ബോട്ടും എടുത്തുകൊണ്ട് കടലിലേക്ക് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചോ. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ ബോട്ടിനകത്തൊരു ചെറിയൊരു ദ്വാരമുണ്ട്. അതിലെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു, പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്തില്ല. കാരണം ഒരു ചെറിയ ഹോളല്ലേ, നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോയി. പക്ഷെ കുറേ അങ്ങോട്ട് കടലിലേക്ക് പോണ സമയത്ത് ഈ ഓട്ട പതുക്കെ 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 അങ്ങ് വലുതായി. മാത്രമല്ല അതിനകത്തേക്ക് മൊത്തം വെള്ളം കയറിയിട്ട് അവസാനം ഈ ബോട്ട് മുങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്ന് വിചാരിച്ചോ. ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ. ഇതേപോലത്തെ അവസ്ഥ ഇന്ന് ഒരുപാട് ബിസിനസ്സുകൾക്കുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ അവരുടെ ഫിനാൻഷ്യൽ ഡാറ്റ കൃത്യമായിട്ട് പരിശോധിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും ചെറിയ ചെറിയ ദ്വാരങ്ങളായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷേ അതിങ്ങനെ വലുതായി 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 ആ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് ആ കമ്പനിയെ കൊണ്ട് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് അത് വരികയും ചെയ്യും. ഒരുപാട് കമ്പനികൾ ഇന്ന് തകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണിത്. അതുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡാറ്റയെ എങ്ങനെ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ട്രാപ്പിൽ നിങ്ങൾ എങ്ങനെ വീഴാതിരിക്കണം എന്ന ഒരു 3 ടിപ്പുകൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ഒന്നാമത്തെ കാര്യം, സ്പെൻഡിങ് ബിഫോർ ഏണിംഗ്. ഒരു കാരണവശാലും നമ്മൾ ഏൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ഏൺ ചെയ്യാത്ത പണമായതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആ പണം ചെലവഴിച്ച് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. പലപ്പോഴും നമുക്ക് അടുത്ത മാസം ഒരു വലിയ ഫണ്ട് വരാനുണ്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഇപ്പോഴേ ചെലവ് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ട്. അത് നിർത്തുക. സ്പെൻഡിങ് ബിഫോർ ഏണിംഗ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ നോട്ട് ട്രാക്കിംഗ് ക്യാഷ് ഫ്ലോ. അതായത് എപ്പോഴും നമ്മുടെ ക്യാഷിനെ കുറിച്ചിട്ട്, നമ്മുടെ അക്കൗണ്ട്സിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. നമുക്ക് ഈ നമ്പേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ധാരണ ഇല്ലെങ്കിൽ ആകാശത്ത് കണ്ണ് കെട്ടി പറക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നിങ്ങൾ നിർബന്ധമായിട്ടും ആഴ്ചയിൽ 2 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ഡാറ്റകൾ കൃത്യമായിട്ടുള്ള കണക്കുകൾ നോക്കാൻ വേണ്ടിയിട്ടിരിക്കണം. ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ഡാറ്റാസ് അനലൈസ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർ പ്രൈസിങ് യുവർ പ്രോഡക്റ്റ് ഓർ സർവീസ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പല പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ പല സർവീസുകളും ഇന്ന് കൃത്യമായിട്ട് പ്രൈസ് ചെയ്തുകൊണ്ടല്ല മാർക്കറ്റിൽ വിൽക്കുന്നത്. അപ്പോൾ പല പ്രോഡക്റ്റുകളും സർവീസും വിൽക്കുമ്പോൾ ആ കമ്പനിക്ക് ലോസാണ് സംഭവിക്കുന്നത്. കാരണം ഇതിൻ്റെ ഓണർ കൃത്യമായിട്ട് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രൈസിങ് സ്ട്രാറ്റജി കൃത്യമായിരിക്കണം. ഓക്കെ, നമ്മുടെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.